ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ചൈതന്യ ചൈതു കാർട്ടൂണിലേക്ക് സ്വാഗതം. കൂട്ടുകാരെ, നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണണേ. എന്നാൽ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. മക്കളെ, ഇവിടെയാണ് കേട്ടോ നിങ്ങൾ നിൽക്കാൻ പോകുന്നത്. നിങ്ങളുടെ അച്ഛനമ്മേനെയൊക്കെ ഞാൻ വിവരം അറിയിച്ചിട്ടുണ്ട്. അവരെത്രയും പെട്ടെന്ന് ഇവിടെ എത്തും കേട്ടോ. അതിന് അങ്കിളിന് ഞങ്ങളുടെ അച്ഛനമ്മേനെയൊക്കെ അറിയോ? ആ, പിന്നെ അറിയാതെ പിന്നെ. നിങ്ങളുടെ അച്ഛന്റെ കൂട്ടുകാരനാ ഞാൻ. ആണോ? എന്നാ ഞങ്ങളുടെ അച്ഛന്റെ പേരെന്ന് പറഞ്ഞേ നോക്കട്ടെ. ആ ആ അത് പിന്നെ ഒരു പേരിലൊക്കെ എന്ത് കാര്യം ഇരിക്കുന്നു. ഞാൻ പേര് പറഞ്ഞിട്ട് നിങ്ങളെ വിശ്വസിക്കുള്ളെന്നാണെങ്കിൽ നിങ്ങൾ വിശ്വസിക്കേണ്ട പിള്ളേരെ. നിങ്ങൾക്കിപ്പോ വിശക്കുന്നുണ്ടാവില്ലേ? അങ്കിള് പോയി നിങ്ങൾക്ക് കഴിക്കാൻ എന്തെങ്കിലും വാങ്ങിച്ചിട്ട് വരാൻ കേട്ടോ. ഞങ്ങക്ക് വിശക്കുന്നൊന്നുമില്ല, അങ്കിള് പേര് പറഞ്ഞിട്ട് പോയാ മതി. കാത്തു. എന്നാ ചേച്ചി, എന്തിനാ എന്നെ വിളിച്ചേ? അങ്കിള് പറഞ്ഞില്ലേ ഒരു പേരിലൊന്നും കാര്യമില്ലെന്ന്. നീ പിന്നെ എന്തിനാ അത് പറഞ്ഞു കൊണ്ടിരിക്കുന്നേ? അങ്കിള് പോയി എന്തെങ്കിലും വാങ്ങിച്ചിട്ട് വട്ടെ, എനിക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ട്. ആ എന്നാ ശരി, അങ്കിള് പോയിട്ട് വാ. പോയിട്ട് വരുമ്പോ അച്ഛന്റെ പേരെന്താന്ന് പറയണേ. ഓ ഓ പറയാം. കള്ളി ചേച്ചി, ഞാൻ അയാളെ ഇട്ടോണ്ടൊന്ന് വട്ട് കറക്കാന്ന് ഓർത്തതല്ലേ. ചേച്ചി എന്താ സമ്മതിക്കാതിരുന്നേ? നീ ഇവിടെ എന്ത് കാര്യത്തിന് വന്നേ? അയാളെ വട്ട് കറക്കാനാണോ, അതോ അയാൾ നിയമത്തിന് മുന്നിൽ കൊണ്ടുവന്ന് ബാക്കിയുള്ള കുട്ടികളെ രക്ഷിക്കാനാണോ? നീ എന്തിനാ വന്ന് പലപ്പോഴും നീ മറക്കുന്നു കേട്ടോ കാത്തു. ഇങ്ങനെ ഇരുന്നിട്ട് കാര്യമില്ല. നമ്മളെ വീട്ടിൽ അന്വേഷിക്കുന്നതിന് മുമ്പ് നമുക്ക് വീട്ടിലെത്തണം. എന്നാലും അയാളെ കോമാളിയാക്കാൻ കിട്ടുന്ന അവസരമൊന്നും പാഴാക്കണ്ടെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അയാളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവന്നിട്ട് ഒരു ദിവസം നമുക്ക് അയാളെ ജയിലിൽ പോയി കാണാം. അന്ന് നിനക്ക് പറയാനുള്ളതൊക്കെ പറഞ്ഞു തീർക്കാം. അല്ലാതെ ഇപ്പൊ ഒന്നും വേണ്ട. സമയം വെറുതെ കളയാനുള്ളതല്ല. ഓരോ നിമിഷവും നമുക്ക് ഭയങ്കര വിലപ്പെട്ടതാണ് കാത്തു. ആ ചേച്ചി അത് പറഞ്ഞപ്പോഴോർത്ത്, നമ്മുടെ കണ്ണേട്ടൻ എവിടെ ചേച്ചി? കണ്ണേട്ടൻ വന്നായിരുന്നു നമ്മുടെ പുറകെ, അതോ നമ്മൾ പിന്നെ പെട്ടോ? ആ കണ്ണൻ വന്നിട്ടുണ്ടാവും. അങ്ങനെ തോറ്റു പിന്മാറുന്ന കൂട്ടത്തിലല്ലല്ലോ കണ്ണൻ. അനർമിക, കണ്ണൻ വന്നിട്ടുണ്ടോ? ആ ഉണ്ട്. നിങ്ങൾ അതോർത്ത് ടെൻഷൻ ആവണ്ട. കണ്ണൻ്റെ എല്ലാ കാര്യവും ഞാൻ നോക്കിക്കോളാം. നിങ്ങളിപ്പോൾ ചെയ്യുന്ന ജോലിയിൽ കോൺസെൻട്രേറ്റ് ചെയ്താൽ മതി. ചേച്ചി ഞാനിവിടെ ഉണ്ട്, പേടിക്കണ്ട. ആ കണ്ണേട്ടനുണ്ടെങ്കിൽ ഞങ്ങൾക്ക് പേടിയുള്ളൂ. പോടി കൊച്ചു കുരിപ്പേ, വെറുതെ എന്നെ ദേഷ്യം പിടിപ്പിക്കാൻ നിൽക്കല്ലേ. ആ ഇനി തുടങ്ങിക്കോ രണ്ടും കൂടി ഇവിടെ കിടന്നോണ്ട്. ഇനി ഇവിടെ കിടന്ന് ഒച്ച എടുത്തിട്ട് ഇനി അയാളെ കൂടി അറിയിച്ചിട്ട് എല്ലാ പ്ലാനും പൊളിക്കണം. ഒന്നെങ്കിലും ഉള്ള രണ്ടെണ്ണത്തിനും നേരെ നോക്കിയല്ലിടി. കല്ലു, എന്താ? ഞാനൊരു കാര്യം പറയാം. അയാൾ കൊണ്ടുവന്ന ഫുഡ് കഴിക്കരുത് കേട്ടോ. അയാൾ കൊണ്ടുവന്ന ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ മയങ്ങി വീഴും. പിന്നെ നിങ്ങൾ ഉറങ്ങി ഉണരുന്നത് ഇവിടെ ആയിരിക്കില്ല, വേറെ എവിടെയെങ്കിലും ആയിരിക്കും. ആ ഫുഡ് കഴിച്ചതുപോലെ കാണിച്ചിട്ട് നിങ്ങൾ മയക്കെന്നടിച്ചാൽ മതി. ആ ഫുഡ് അയാൾ പോയി കഴിയുമ്പോൾ തന്നെ ബാത്റൂമിൽ കൊണ്ടിട്ട് ഫ്ലഷ് ചെയ്ത് കളഞ്ഞേക്കണം. ബിരിയാണി ആണെങ്കിൽ ഞാൻ കഴിക്കുവേ. ഓ ചേച്ചി നല്ല ആളിനെ കൊണ്ടാ വന്നത്. ഫുഡ് കണ്ടു കഴിഞ്ഞാൽ അവള് വിടിയലെന്നുള്ള കാര്യം അറിയാലോ. ഒന്ന് പോയാടാ അവിടുന്ന്. ഫുഡ് ഇഷ്ടമില്ലാത്ത ഒരാള് 24 മണിക്കൂറും അടുക്കളയിൽ നിന്ന് എന്തെങ്കിലും കട്ടത്തിന് അവനെ എന്നെ കുറിച്ച് വെറുതെ പറയാൻ നിൽക്കുന്നത്. മിണ്ടാതിരുന്നോട്ടെ കണ്ണേട്ടാ, ഞാൻ മൂക്കിടിച്ച് വരട്ടെ നിന്റെ. ഓ ഒന്ന് നിർത്തിക്ക രണ്ടും കൂടി. കാത്തു, ഒന്നല്ല രണ്ടല്ല, എത്ര ബിരിയാണി വേണമെങ്കിലും ഇവിടുന്ന് പോയി കഴിയുമ്പോൾ നിനക്ക് വാങ്ങിച്ചു തരാം. അയാള് കൊണ്ടുവന്ന് തന്നെ ഫുഡ് ദയവ് ചെയ്ത് കഴിക്കല്ലേ. ആ ഞാൻ ശ്രമിക്കാം. കാത്തു, എന്തുകൊണ്ടാ പറയുന്നതെന്നറിയോ? അയാൾ കൊണ്ടുവന്ന ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ നീ മയങ്ങി വീഴും. പിന്നെ നിന്റെ പുറകെ നടക്കുമോ? നമ്മുടെ പ്ലാൻ നടപ്പിലാക്കാനായിട്ട് നടക്കുമോ? നീ തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക്. ഓഹോ, ഇനി ഞാനായിട്ട് നിങ്ങളുടെ പ്ലാൻ ഒന്നും നശിപ്പിക്കുന്നില്ല. ഞാൻ കഴിക്കത്തില്ല. ആരും വരുന്നുണ്ടല്ലോ. കണ്ണാ മാറിക്കോടാ, അയാള് വരുന്നുണ്ട്. ആ ശരി ചേച്ചി, ഞാൻ ഇവിടെ തന്നെ ഉണ്ടാകും. എന്താണ് എല്ലാരും കൂടി ഒരു ഗൂഢാലോചന? എല്ലാരുമോ? ഞങ്ങൾ രണ്ടുപേരല്ലേ ഉള്ളു ഇവിടെ. ആ അത് ശരിയാണല്ല, പറഞ്ഞപ്പോഴങ്ങോട്ട് മാറിപ്പോയതാണ്. എന്നാ നിങ്ങൾ ഫുഡ് കഴിക്ക്. അങ്കിൾ അവിടെ പുറത്ത് അപ്പുറത്തെ റൂമിലുണ്ടാവും കേട്ടോ. കുറച്ച് കൂട്ടുകാർ വന്നിട്ടുണ്ട്, അവരുമായിട്ട് ഒരു ചെറിയൊരു പാർട്ടി ഉണ്ട്. എന്തിന്റെ പാർട്ടിയാണെങ്കിലേ? ഞാനും വരട്ടെ. ഏയ് മോള് വരണ്ട. അവിടെ കുറച്ച് ഡ്രിങ്ക്സിന്റെ ഒക്കെ പാർട്ടിയാ. മോള് വരണ്ട കേട്ടോ, മോള് ഇവിടെ ഇരുന്നാ മതി. ഇല്ലെങ്കിലേ
അവക്ക് വേറെ പണിയില്ലാത്തോണ്ടാ. അങ്കിള് വയ്ക്കോ. ആ ആ ശരി ശരി, ഫുഡ് ഫുള്ള് കഴിക്കണം കേട്ടോ, ഫുഡ് വേസ്റ്റ് ആക്കരുതേ. ആ ശരി, നടക്കട്ടെ എന്നാ. പെണ്ണെ, എത്ര പറഞ്ഞാലും നിനക്ക് മനസ്സിലായില്ലേ? നിനക്ക് അയാളോട് പാർട്ടിക്ക് പോണോ? ഏയ് വേണ്ട ചേച്ചി, അയാൾ നമ്മൾ ഒന്നും കൂടി വിശ്വസിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചോദിച്ചതായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ ചേച്ചി, വായ എടുത്തുള്ള മണ്ടത്തിനെ പറയുള്ളന്ന്. ഒരു മണ്ടത്തിനും പറയാത്ത ഒരാള്. ഒന്ന് പൊയ്ക്കോണം അവിടെ നിന്ന്. കാത്തു, അയാള് കണ്ണനെയും കണ്ടു.